കേരളത്തിൽ അഭയം തേടിയെത്തിയ കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയുടെയും ഫർമാൻ ഖാന്റെയും പ്രണയവും വിവാഹവും ദേശീയ തലത്തിൽ വരെ ഏറെ ചർച്ചയായതാണ്. ഇരുവരുടെയും വിവാഹം ലവ് ജിഹാദാണെന്ന തരത്തിലാണ് പല ദേശീയ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ സംഭവം വിവാദമായതിന് പിന്നാലെ മൊണാലിസയും ഭർത്താവ് ഫർമാൻ ഖാനും വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. തന്റെ വിവാഹം ലവ് ജിഹാദ് അല്ലെന്നാണ് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ പറയുന്നത്. ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. കേരളം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. മധ്യപ്രദേശത്തു നിന്നുമുള്ള ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ കയ്യിലുണ്ട്. കേരളം വലിയ പിന്തുണ നൽകിയെന്നും മൊണാലിസയും ഭർത്താവ് ഫർമാൻ ഖാനും വ്യക്തമാക്കി. हाँ, हम दोनों एक इधर नागम एक मलयालम फिल्म है, उसके पूजा के टाइम हम दोनों मिला. ये हीरोइन था, उसमें मैं मेन विलन का कैरेक्टर के लिए कास्ट किया गया था. उसी टाइम हम दोनों की मुलाकात हुई. फिर उसके बाद मोनालिसा ने मुझे प्रपोज किया. फिर बाद में वहाँ से हमारी कहानी शुरू हुई. फैमिली वाले अभी मान नहीं रहे, थोड़ा कुछ लोग एक्सेप्ट करे, लेकिन कुछ लोग नहीं, अभी नहीं करते. जैसे फादर है वो नहीं करते, क्योंकि वो उनकी जो बहन थी उसके बेटे से इनकी शादी कराने वाले थे 2-3 दिन में. इसीलिए मोनालिसा ऐसा डिसीजन लिए सडनली, यानी अभी कोई प्लानिंग नहीं था शादी जी. नहीं, मेरी उम्र 18 साल से भी ऊपर है. 18 साल से ऊपर है, जिसमें बर्थ सर्टिफिकेट है और आधार कार्ड है, पैन कार्ड है, तीनों में 18 साल के ऊपर. वो जो अभी जो बोल रहे लव जिहाद, ऐसा कुछ नहीं है, क्योंकि हम दोनों कलाकार हैं और आर्टिस्ट सभी धर्मों को मानते हैं. मैं भी हिंदू धर्म को मानता हूँ. सब धर्म एक है. मैं भी पूजा करता हूँ हिंदू धर्म की, मंदिर में जाता हूँ, सब कुछ. और सबसे बड़ी बात है कि हमने ये हिंदू रीति रिवाज से शादी की है. अगर ऐसा कोई मंदिर में किया, ऐसा अगर होता तो नहीं करते. तो हमारे अंदर कोई ऐसा कुछ नहीं है कास्ट को लेकर या कुछ भी. आज भी मोनालिसा हिंदू है, मैं मुसलमान हूँ, मैंने भी चेंज नहीं किया, उसी ने भी कोई कन्वर्ट नहीं किया है. हम दोनों धर्मों को मानते हैं, सभी धर्मों को हम मानते हैं. इसीलिए हमारे लिए सब बराबर है, हिंदू धर्म हो या मुस्लिम धर्म हो, सबको मानते हैं. मैं खुद पूजा करता हूँ सब चीज. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ദേശീയ തലത്തിൽ അത് കേരളത്തെ ഏറ്റവും മോശമാക്കി ചിത്രീകരിക്കുന്നുണ്ട്. ഇവിടെ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു, പെൺകുട്ടികളുടെ ജീവിതം തകരുന്നു എന്ന രീതിയിലൊക്കെ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. നമുക്കറിയാം കേരള സ്റ്റോറി, അതിൻ്റെ 2ാം ഭാഗവുമൊക്കെ. പക്ഷേ അതിനിടെയാണ് കേരളത്തിൽ അഭയം തേടി മൊണാലിസയും, അതായത് പ്രണയിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച മൊണാലിസയും ഫർമാൻ ഖാനും കേരളത്തിലേക്ക് എത്തുന്നത്. ഇവിടെ വെച്ച് വിവാഹം നടക്കുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം പല രീതിയിലാണ് ഇരുവരുടെയും വിവാഹം ചർച്ച ചെയ്യപ്പെട്ടത്, വിവാദമായത്. അതായത് അതൊരു ലവ് ജിഹാദ് വിവാഹമാണ്. മാത്രമല്ല മൊണാലിസയുടെ പ്രായപൂർത്തിയായിട്ടില്ല, 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അതിന് രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ആ വിവാഹത്തിന് കൂട്ടുനിന്നു എന്ന രീതിയിലൊക്കെ പല ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇരുവരും, മൊണാലിസയും ഭർത്താവും, മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയത്. പ്രത്യേകിച്ചും ന്യൂസ് 18 അടക്കം അവർ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ലവ് ജിഹാദ് അല്ല, പ്രായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അടക്കം വ്യക്തത വരുത്തിയിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആധാർ കാർഡ് അടക്കം നൽകിയിട്ടുണ്ട്. ഈ വിവാദം അവസാനിച്ചുവെന്ന് പറയാമോ? ടോമ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് കേരളത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാറുണ്ട്. ഒരുപക്ഷെ ഈ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിനെതിരെ പല രീതിയിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ദേശീയ തലത്തിലടക്കം ചർച്ചയാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അത് തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു. അതായത് രക്ഷിതാക്കൾ ഒരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു. അത് ഈ ഒരു കസിനുമായി ബന്ധപ്പെട്ട്, അതായത് കുടുംബത്തിൽ നിന്നുള്ള ഒരു യുവാവിനോട് തന്നെയാണ് ഈ ഒരു കല്യാണം ഉറപ്പിച്ചിരുന്നത്. ആ കല്യാണത്തിന് മൊണാലിസയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ വെച്ച് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പിതാവിനെ വിളിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് മൊണാലിസ പറയുന്നത് ഫർമാനും ഒരുമിച്ച് പോയാൽ, അദ്ദേഹത്തിന്റെ കൂടെ പോയാൽ മതി എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിലപാടെടുത്തോടുകൂടിയാണ് പിന്നീട് കല്യാണത്തിലേക്ക് അടക്കം വഴിവെച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വളരെ എളുപ്പത്തിൽ കേരളത്തിൽ മാത്രമേ അങ്ങനെ ഒരു കല്യാണം ഇത്രയും വളരെ സുഗമമായി നടക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാണ്. പക്ഷെ അതിനുശേഷവും ഈ പ്രായമായി ബന്ധപ്പെട്ടവും ഒപ്പം തന്നെ ഈ
ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതൊരു ലവ് ജിഹാദാണ് എന്നടക്കമുള്ള രീതിയിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ സമൂഹത്തിൽ നടന്നിരുന്നു. അതിന് മറുപടിയായിട്ടായിരുന്നു ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ മൊണാലിസയും ഫർമാനും പ്രതികരിച്ചത്. അതിൽ അവർ പറയുന്നത് വളരെ വ്യക്തമാണ്. അതായത് കേസ്മാർട്ട് ആപ്പ് വഴി അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റും മറ്റും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിൽ അവർക്ക് സ്ഥിരവിലാസമുണ്ട്. അതിനൊപ്പം തന്നെ ഇതിൽ, അതായത് പാൻ കാർഡ്, ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ എടുത്തു കാണിച്ചായിരുന്നു അവർ മൊണാലിസയുടെ പ്രായം കൃത്യമായി എടുത്തു പറഞ്ഞത്. പ്രായത്തിൽ യാതൊരുവിധ, അതായത് 18 വയസ്സ് കഴിഞ്ഞ ആൾ തന്നെയാണ്. ഒപ്പം ലവ് ജിഹാദ് അല്ല, അത് അമ്പലത്തിൽ വെച്ച് നടത്തിയത് മൊണാലിസയുടെ ഇഷ്ടപ്രകാരമാണ്. അതായത് അവരുടെ ഇഷ്ടം മാനിച്ചുകൊണ്ടാണ് അവിടെ വെച്ച് കല്യാണം നടത്തിയത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും വെച്ച് നടത്തുമായിരുന്നു. അതിൽ രണ്ടുപേരും ഇരു മതങ്ങളെയും ബഹുമാനിക്കുകയാണ്. മാത്രമല്ല മുന്നോട്ട് പോകുമ്പോഴും അവർ മതം മാറാനോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് അവർ പ്രതികരിച്ചത്. ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ വേദനാജനകമാണ്. കാരണം കേരളത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച പല ചർച്ചകളും, അതായത് പല സ്വീകാര്യതയും വളരെ വലിയ രീതിയിൽ അവർ സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു എന്നാണ് അവർ പ്രതികരിച്ചത്. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ വിവാദങ്ങളും അടിസ്ഥാനരഹിതമാണെന്നാണ് പറയുന്നത്. മാത്രം തന്നെ കുടുംബവുമായിട്ട് ചെറിയ അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുവന്നതടക്കമുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു. പക്ഷേ പിതാവിന്റെ കൂടെയാണ് 10 ദിവസം മുൻപ് മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയും കഴിഞ്ഞ ദിവസം അടക്കം സ്റ്റേഷനിലേക്ക് അടക്കം അച്ഛൻ എത്തിയിരുന്നു. പക്ഷേ കല്യാണ ചടങ്ങിൽ അച്ഛൻ പങ്കെടുത്തിരുന്നില്ല. തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അത് തിരിച്ചു പോയോ എന്ന കാര്യത്തിലും വ്യക്തത കുറവുണ്ട്. പക്ഷേ കുടുംബവുമായി ഈ ഒരു പെട്ടെന്നൊരു വിവാഹം, അതും അന്യ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് അവർ മൊണാലിസ പ്രതികരിച്ചത്. 6 മാസം മുൻപാണ് ഇവർ തമ്മിൽ അടുപ്പത്തിലാകുന്നത്. അതായത് നാഗമ്മ എന്നൊരു മലയാള സിനിമയുടെ പൂജാവേളയിലാണ് ഇവർ പരിചയപ്പെടുകയും പിന്നീട് അടുപ്പത്തിലാവുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി വീട്ടുകാർ നിർബന്ധിക്കുകയും തുടർന്ന് പെട്ടെന്ന് ഒരു കല്യാണത്തിലേക്ക് ഫർമാനുമായി ഒത്തുചേർന്ന് നീങ്ങേണ്ട മൊണാലിസ പ്രതികരിച്ചത്. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ വലിയ രീതിയിലുള്ള അപേക്ഷ. കാരണം അത്തരത്തിലുള്ള ഈ ഒരു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഈ വിവാദത്തിൽ മുഴുനീളെ നിലനിൽക്കുന്നത് എന്നാണ് മൊണാലിസയും ഫർമാനും പ്രതികരിച്ചത്. കേട്ടോ സാരംഗ്, നമുക്കറിയാം ഈ മഹാകുംഭമേളയിൽ മാല വിൽക്കാനായി എത്തിയാണ് ഈ മൊണാലിസ വൈറൽ താരമാകുന്നത്. അന്ന് വാർത്തകളിൽ കാണിച്ചിരുന്നത് ഒരു 17 വയസ്സുള്ള പെൺകുട്ടി എന്ന രീതിയിലാണ്. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. ഒരു 17-കാരിയുടെ വിവാഹം CPM നേതാക്കളടക്കം മന്ത്രിമാരടക്കം ചേർന്ന് നടത്തി കൊടുക്കുന്നു. നിയമപരമായി ഉള്ള പ്രശ്നങ്ങളടക്കം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ രാത്രി വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടെയാണ് ഇരുവരുടെയും പ്രത്യേകിച്ച് മൊണാലിസയുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ജനന തീയതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തതകൾ വരുന്നത്. സോഷ്യൽ മീഡിയ പ്രചാരണം വസ്തുതാവിരുദ്ധമാണ്, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മറ്റു നിയമ നടപടിയിലേക്ക് മൊണാലിസ പോകുന്നുണ്ടോ? കാരണം ഒരു തെറ്റായ പ്രചരണമാണല്ലോ. മൊണാലിസയെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. ഒരു 18 വയസ്സ് ആകാത്തൊരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നതെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മോശപ്പെട്ട പ്രവണതയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത്. ഇതിനെ എങ്ങനെ നേരിടാനാണ് മൊണാലിസയുടെയും ഭർത്താവിൻ്റെയും തീരുമാനം? ടോമ, ഈ ഒരു വിഷയത്തിൽ അവർ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളെ അവർ നേരിട്ട് വന്ന് കണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടിയിലേക്ക് കടക്കാൻ അവർ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു അനാവശ്യ വിവാദമാണ്. ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളല്ലാതെ ഈ പ്രണയവുമായി ബന്ധപ്പെട്ടും വിവാഹവുമായി ബന്ധപ്പെട്ടും മറ്റ് അഭ്യൂഹങ്ങളോ അടിസ്ഥാനരഹിതമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് സമൂഹത്തിൽ. അല്ലാതെ ഉള്ള കാര്യങ്ങൾ ഇതിനൊന്നും, അതായത് ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും പാൻ കാർഡും അടക്കമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ പത്രമാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ചത്. അതിനൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളടക്കം അവർ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇതൊരു വിവാദമാക്കാതിരിക്കുക എന്നാണ് അവരുടെ പ്രത്യേകമായി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാരണം അവർ കഴിഞ്ഞ ദിവസമാണ് കല്യാണം കഴിഞ്ഞത്. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദം അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യം
ലക്ഷ്യമാണ് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് എന്ന് മാധ്യമങ്ങളെ കാണുകയും അത് വ്യക്തത വരുത്തുകയും ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടക്കമുണ്ടാകും. അനാവശ്യമായി അത്തരം രീതികളിലേക്ക് കടക്കുന്നത് അത് അനാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ അങ്ങനെയൊരു നിയമ നടപടിയിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവരുടെ ഭാഗം അവർ കൃത്യമായി വിശദമാക്കി കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അവരെ സ്വൈര്യ ജീവിതത്തിന് വിടണം എന്നൊരു രീതിയിലേക്കാണ് അവർ ഇന്ന് മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്. വരും ദിവസങ്ങളിലും ഇതിന്റെ ഒരു കെട്ടടക്കുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ പുകയാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രായമായി ബന്ധപ്പെട്ടതും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുമായ ഗുരുതരമായ ആരോപണങ്ങളാണ്. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫർമാന്റെ പ്രതികരണം തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മൊണാലിസയുടെ ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തിയത്. അതല്ല എങ്കിൽ വേറെ എവിടെ വെച്ചെങ്കിലും നടത്തുമായിരുന്നു. എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ മതം മാറ്റത്തിന്റെയോ അല്ലാതെ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒപ്പം തന്നെ മൊണാലിസയുടെ കാര്യമാണെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നാഗമ്മ എന്നൊരു ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടടക്കം ഇരുവരും ആ ഒരു തിരക്കുകളിലേക്ക് മുന്നോട്ട് പോകാനും ഒപ്പം തന്നെ ഈ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. കേട്ടോ, എന്തായാലും സാരംഗ് സൂചിപ്പിച്ചതുപോലെ മൊണാലിസയും ഫർമാൻ ഖാനും നല്ല രീതിയിൽ അവരുടെ കുടുംബജീവിതവുമായി മുന്നോട്ട് പോകട്ടെ. എന്തായാലും വിവാദങ്ങൾ ഇവിടെ അവസാനിച്ചു എന്ന് കരുതാം. മറ്റു മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെ ഇതിന് പിന്നിൽ ലവ് ജിഹാദൊന്നുമില്ല. തങ്ങൾ പ്രണയിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം നടത്തിയവരാണ്. മറ്റു സമ്മർദ്ദങ്ങളോ ഭീഷണിയോ ഒന്നും ഇല്ലാതെ തന്നെ പരസ്പരം സ്നേഹിച്ചവരാണ്. അതിനെന്തായാലും മൊണാലിസയുടെയും ഫർമാൻ ഖാന്റെയും ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.